നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UN യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ, എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്തിന്റെ പഠനത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ പരിഗണിച്ചിട്ടില്ല. ഡാമിലെ ജലം കേരളത്തിലെ ജില്ലകളെ മുഴുവനായി തുടച്ചു നീക്കാൻ കെൽപ്പുള്ളതാണെന്നും കേരളത്തിലെ 50 ലക്ഷത്തോളം ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന സുപ്രധാനമായ വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമെന്ന് ലോക്സഭയിൽ ഹൈബി ഈഡൻ MP പ്രതികരിച്ചിരുന്നു. മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അപകടകരമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് തന്നെ ഭീതി ഉളവാക്കുന്നതാണ്. അപകടമുണ്ടായി അണക്കെട്ട് തകർന്നാൽ താഴ്വാരത്ത് താമസിക്കുന്ന ഏകദേശത്തോളം 35 ലക്ഷത്തോളം ആളുകളെ ഒഴുക്കിക്കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. അടുത്തിടെ ലിബിയയിൽ പഴക്കം ചെന്ന 2 ഡാമുകൾ തകർന്ന് വലിയ തോതിൽ ആളപായമുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയത്. അവിടെ 3000 ആളുകളാണ് മരണപ്പെട്ടതെങ്കിൽ മുല്ലപ്പെരിയാർ തകർന്നാൽ 35 ലക്ഷം പേരെ അത് ബാധിക്കുമെന്നായിരുന്നു ലേഖനം പറഞ്ഞത്. ആധുനിക ഡാം നിർമ്മാണ സങ്കേതങ്ങൾ നിലവിൽ വരുന്നതിന് മുമ്പ് 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനാണ്. UN നടത്തിയ പഠനവും മുമ്പ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലിബിയയിൽ ഇത് തടയാൻ കഴിയുന്ന ദുരന്തമായിരുന്നു. 1 വർഷം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ലോകത്ത് നിരവധി അണക്കെട്ടുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലിയ അപകടം നേരിടുന്നുണ്ട്. അവയിൽ ഏറെയും ഇന്ത്യയിലും ചൈനയിലുമാണ്. അതിൽ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലുള്ളതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാം. മണലും കുമ്മായവും ചേർത്ത് സുർക്കി എന്ന മിശ്രിതമാണ് ഡാം നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. കരിങ്കല്ലും സുർക്കി മിശ്രിതവും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഏറ്റവും വലിയ ഡാമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ കഴിഞ്ഞാലുള്ള വലിയ സുർക്കി അണക്കെട്ടായ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്നത് വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. 19ാമത്തെ ഷട്ടറിന്റെ ചങ്ങലയാണ് ശനിയാഴ്ച രാത്രിയോടെ പൊട്ടിയത്. ഇതിനെ തുടർന്ന് ഡാമിൽ നിന്ന് വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നുണ്ട്. 1 ലക്ഷത്തോളം ക്യൂസെക്സ് വെള്ളം ഇതിനകം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതാണ് റിപ്പോർട്ട്. അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി 33 ഗേറ്റുകളും തുറന്നുവിട്ടിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൊപ്പൻ, വിജയനഗര, ബെല്ലാരി, റായ്ചൂർ ജില്ലകളിൽ അതീവ ജാഗ്രതയാണ്. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം അണക്കെട്ടിൽ സംഭവിക്കുന്നത്. ഇത് ഒരു മുന്നറിയിപ്പ് മാത്രം. മുല്ലപ്പെരിയാർ അണക്കെട്ടും നിറയുന്ന സാഹചര്യമുണ്ടായാൽ കേരളത്തിന് ഒരു മുൻകരുതലും സ്വീകരിക്കാനുള്ള സാഹചര്യമോ സമയമോ ഉണ്ടാകില്ല. വള്ളക്കടവ് മുതൽ ഉപ്പുതറ വരെയുള്ള 40 കിലോമീറ്റർ പ്രദേശത്തെ പെരിയാർ തീരം അപ്പാടെ തീരും. ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനും തീരത്ത് മുഴുവൻ കെട്ടിടങ്ങളും അപ്പാടെ തൂത്തറിയപ്പെടുന്ന ഭയാനകമായ സ്ഥിതിവിശേഷമായിരിക്കും കേരളത്തിന് നേരിടേണ്ടി വരിക. ഇടുക്കി, ചെറുതോണി, കുളമാവ് അണക്കെട്ടുകൾ പൂർണ്ണമായി നിറഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് തകർച്ചയുണ്ടായതെങ്കിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അത്. ചെറുതോണി അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ ഒരേ സമയം പൂർണ്ണമായി തുറന്നു വച്ചാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം താങ്ങാനുള്ള ശേഷി കുളമാവ് അണക്കെട്ടിനില്ല എന്നതാണ് വസ്തുത. കുളമാവ് അണക്കെട്ട് കല്ലിൽ പണിത ഡാമായതിനാൽ ഒട്ടും തന്നെ ബലവത്തല്ല എന്നാണ് പ്രധാന പരിമിതി. ചെറുതോണി, ഇടുക്കി അണക്കെട്ടുകൾ സുരക്ഷിതമാണെങ്കിലും ഇതേ പദ്ധതിയിൽ തന്നെയുള്ള കുളമാവ് വഴി പുറത്തേക്ക് ഒഴുകുന്ന പ്രളയം താഴെയുള്ള 4 അണക്കെട്ടുകൾ കൂടി തകർത്തേ മുന്നോട്ട് പായുകയുള്ളൂ എന്നതാണ് ഭയാനകം. ഭൂതത്താൻകെട്ട്, മലങ്കര അണക്കെട്ടുകൾ ഉൾപ്പെടെ 4 ഡാമുകൾ കൂടി തകർന്ന സാഹചര്യം കേരളത്തിന് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഇടുക്കി, എറണാകുളം ജില്ലകളിലായിരിക്കും ഈ മഹാദുരന്തം ഏറ്റവും അധികം നാശം വിതയ്ക്കുക. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലും ദുരന്തം വൻ നാശം വിതയ്ക്കാനുള്ള സാഹചര്യമാണ് മുന്നിലുള്ളത്. എറണാകുളം ജില്ല പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങും എന്നതാണ് ഏറ്റവും ഭീതികരം. നെടുമ്പാശ്ശേരി ഫാക്ടറികളും അമ്പലമുകൾ ഓയിൽ റിഫൈനറിയും ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ സംരംഭങ്ങളും തകർന്ന് തരിപ്പണമാകും. അണക്കെട്ട് തകർന്നാൽ ഉണ്ടാകുന്ന മലവെള്ളപ്പാച്ചിൽ മാത്രമല്ല, ഇത്തരം വലിയ ആഘാതത്തിന്റെ ഭാഗമായി ഭൂകമ്പവും മലയിടിച്ചിലും കൂടി സംഭവിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത. ഇടുക്കി അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഏലപ്പാറ, വാഗമൺ മലകൾ തകർത്ത് പ്രളയം കോട്ടയം ജില്ലയെ കൂടി തരിപ്പണമാക്കാനും സാധ്യതയുണ്ട്. പെരിയാറിന് പുറമെ മീനച്ചിൽ, മണിമല നദികളും പ്രളയമുണ്ടായാൽ അതും ചിന്തിക്കാനാവാത്ത സാഹചര്യമായിരിക്കും. കുട്ടനാട് പൂർണ്ണമായി മുങ്ങിപ്പോകുമെന്നതാണ് മറ്റൊരു സാഹചര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.